إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏറെ ബഹുമാനം നിറഞ്ഞ ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും സദാസമയവും നമ്മളെല്ലാം വർഷിക്കുമാറാകട്ടെ. അള്ളാഹു തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നല്ല ബർക്കത്ത് ലഭിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വേണ്ടപ്പെട്ടവരുടെ മരണമൊന്നും പെട്ടെന്ന് സംഭവിക്കരുതേ എന്നാഗ്രഹിച്ച് നമ്മുടെ സ്വന്തം ആയുസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമുക്ക് ഏറെ വേണ്ടപ്പെട്ടവരുടെ ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ആരുടെയും മരണവാർത്ത പെട്ടെന്നൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ കരുതിയിട്ടല്ല ഈ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെ തേടി വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് നമ്മളിലേക്ക് വന്നെടുക്കുക. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഖുർആൻ്റെ ഒരു ആയത്താണത്. 16-ാമത്തെ സൂറത്ത് നഹ്ൽ എടുത്തിട്ട് അതിൽ 61-ാമത്തെ വചനം വായിച്ചു നോക്കിയാൽ മതി. ആ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹ് നമുക്ക് ഓരോരുത്തർക്കും ഒരു അവധി കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലും, അള്ളാഹ് കണക്കാക്കിയ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടി വരും. ഓരോരുത്തർക്കും കണക്കാക്കിയ സമയത്ത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരാളും ബാക്കിയാകൂല. കുല്ലു മൻ അലൈഹാ ഫാൻ,
വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു തആല മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകാനുള്ളതാണ്. സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ച കാര്യമാണ്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുമെന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 3ഓളം ഭാഗത്ത് ആ ഒരേ പ്രയോഗം കാണാൻ പറ്റും. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു ആലു ഇമ്രാനിലെ 3-ാമത്തെ സൂറത്ത്, അതിലെ 185-ാമത്തെ വചനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മൾ ആഗ്രഹിക്കുന്നത് മരിക്കരുത്, പെട്ടെന്നൊന്നും ഈ ദുനിയാവെന്ന് പോകരുത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്, ഓരോ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നിറവേറ്റണം എന്ന് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നാളെ എന്താകണം, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ആരാകണം, എവിടെ എത്തി നിൽക്കണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഒരുപക്ഷെ അള്ളാഹു ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ, തൗഫീഖ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവും ചെയ്യും. പക്ഷെ മരിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും മരിക്കാനുള്ളതാണ്. അതെന്നാണ് എന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഖുർആന്റെ 31-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്താണ്. ഏതൊരു ഭൂമികയിൽ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കും ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അല്ലാഹു തആല നമ്മൾ അവിടെ എത്തിക്കും. അങ്ങോട്ട് പോകണ്ട എന്ന് നമ്മൾ വിചാരിച്ചതായിരിക്കും, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ റൂഹ് പിടിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചതെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തന്നെ ചെയ്യും. നല്ല ആയുസ്സിൽ നല്ല ആരോഗ്യത്തോടെ കൂടി ജീവിച്ച മനുഷ്യന്മാരായിരിക്കും. പെട്ടെന്നായിരിക്കും ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുക. ഞാനിത് പറയുന്നത് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദർശ പ്രവർത്തനങ്ങളുമായി, പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആയി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ വടക്കേകാടുള്ള മുക്കിലപീടിക എന്ന് പറയുന്ന പ്രദേശത്ത് പരേതനായിട്ടുള്ള കുറുങ്കാട്ടിൽ അബൂബക്കർ ഹാജിയുടെ മകൻ അബ്ദുറഹ്മാൻ അവിടെ മുക്കിലപീടികയിൽ തന്നെ ഒരു ഫുഡ്വെയർ ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പെട്ടെന്നുള്ള മരണമായിരുന്നു എന്നാണ് ഇന്ന് അറിയാൻ സാധിച്ചത്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ആ പരേതൻ്റെ ഖബറിടം വിശാലമാക്കി അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിനേറ്റ പ്രയാസം, ആ വിഷമം അതവർക്ക് താങ്ങാനും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ ചുറ്റും ജീവിച്ച് കൂടെ കഴിയുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുക. അപ്പം എന്തായാലും ഒരു ദിവസം നമ്മളൊക്കെ പോകാനുള്ള തന്നെയാണ്. പക്ഷെ അതിന് മുമ്പുള്ള ഈ അവശേഷിക്കുന്ന ആയുസ് അല്ലാഹു തആല തന്ന, ഒരുപാട് പ്രവർത്തിച്ചിട്ട് നന്നായിട്ട് കുറേ പ്രതിഫലം വാങ്ങാനുള്ള അവസരമായി അല്ലാഹു നമുക്ക് തരുന്നതാണ് ശരിക്കും ഈ ചെറിയ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം എത്രയാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഉള്ള സമയം മടിച്ചു നിൽക്കാതെ, ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എനിക്ക് എത്ര പെട്ടെന്ന് പ്രതിഫലം നേടാൻ പറ്റുമോ? അല്ലാഹു തആല പറയുന്നു, വസാരിഉ ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്കുള്ള ആ സ്വർഗത്തിലേക്ക്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ധൃതിപ്പെട്ട് മുന്നേറുക. ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ, വീഴ്ചകൾ, പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക, അങ്ങനല്ല. സമയം കണ്ടെത്തി നമ്മൾ കൈകൾ ഉയർത്തുക റബ്ബിലേക്ക്. അല്ലാഹുവേ, ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പുറത്തരണേ. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ എല്ലാം കൂടി നമുക്ക് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടാവില്ല. അത്രമാത്രം പോരായ്മകൾ ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ദാനധർമ്മം ഉണ്ടല്ലോ, സ്വതക്ക, അതിലൂടെ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന, നമുക്ക് അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാൻ പോലും പറ്റിയില്ലെങ്കിലും ചെയ്ത സ്വതക്ക കാരണം, അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളും വീഴ്ചകളും പോരായ്മകളും മായ്ച്ചു കളയും. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരം ദുരിതങ്ങളും വിപത്തുകളും പ്രയാസങ്ങളും വരാതിരിക്കാൻ രക്ഷ തേടിയിട്ടുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ, ദുരിതങ്ങളെ, വിപത്തുകളെ തടയാനുള്ള ഒരു മാർഗം കൂടിയാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ദാനധർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ ഇന്നൊരു നല്ല കാര്യമുണ്ട്,
പടച്ചോൻ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് എന്തെങ്കിലും സ്വതക്ക നൽകിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം അതിലേക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞു വരുമ്പോൾ ആളുകൾ നെറ്റി ചുളിച്ചിട്ടാണ് അതിനെ നോക്കിക്കാണുക. ഒരു പ്രയാസത്തോട് കൂടിയിട്ടാണ് കാണുക. സക്സസ് ആവാൻ സാധ്യത വലിയൊരു, ഞാനിപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയാണ്. നല്ല രീതിയിൽ സക്സസ് ആകും എന്ന് തോന്നുന്ന ഒരു വലിയൊരു ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ഒരാൾ നമ്മളോട് വന്നിട്ട് പറയണം നിങ്ങൾക്ക് അതിലേക്ക് കൂടാൻ താല്പര്യമുണ്ടോ? അപ്പം നമ്മൾ വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ, അത് വലിയൊരു പ്രോഫിറ്റ് ലഭിക്കാൻ കാരണമാവുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുകയാണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നഷ്ടം പറ്റൂല എന്ന് 100% എഴുതി ഒപ്പിട്ടരാൻ പറ്റുന്നൊരു കാര്യം. അതാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സ്വതക്ക എന്ന് പറയുന്നത്. നഷ്ടം പറ്റൂല എന്ന് 100% ഉറപ്പ്. അള്ളാഹ് പറയണം നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്താൽ, സ്വതക്ക നൽകിയാൽ ഞാൻ നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ച് നൽകുന്ന. അള്ളാഹു തആല പറയണ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്ത് നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഇരട്ടിയാക്കി തരും. ചെലവാക്കാതെ പിടിച്ചു വച്ചാലോ അതിൻ്റെ എല്ലാ വിപത്തുകളും പ്രയാസങ്ങളും ശിക്ഷകളും അനുഭവിക്കേണ്ടിയും വരും. കാരണം സമ്പത്ത് തരുന്നവും പടച്ചോനാണ്, അള്ളാഹ് തന്നതാണിത്. അള്ളാഹ് പറയാണ് ഞങ്ങൾക്ക് ഇനിയും തരാം. കാരണം അള്ളാഹിൻ്റെ അടുത്താണ് ഇതിൻ്റെ സ്രോതസ് മുഴുവൻ കിടക്കുന്നത്. അള്ളാഹ് പറയണേ ഞാൻ നിങ്ങൾക്ക് ഇനിയും തരാം, ഇഷ്ടം പോലെ തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇരട്ടിപ്പിക്കണമെങ്കിൽ, കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൈമൈ മറന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ പരമാവധി നിങ്ങൾ നൽകാൻ നോക്കണം. അപ്പം നമ്മളെ നാട്ടിൽ കുറേ സംരംഭങ്ങൾ ഉണ്ടാകും. നമ്മൾ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. അതിലേറ്റവും നല്ല പ്രവർത്തനം എന്താണ്, നമുക്കും ഈ ഉമ്മത്തിനും മൊത്തത്തിൽ ഉപകാരം കിട്ടുന്നൊരു കാര്യം എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് നമ്മളെ നാട്ടിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ശരിക്കും നമ്മളെയും ഇനി വരാൻ പോകുന്ന നമ്മുടെ മക്കളെയും വരുതിയിലാക്കാനുള്ള, അല്ലെങ്കിൽ വിഴുങ്ങാൻ സാധ്യതയുള്ള ഒരുപാട് അവരുടെ ആദർശത്തെ, ആശയത്തെ, അവരുടെ ദീനിനെ, പരലോക ബോധത്തെയൊക്കെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അതിൽ ട്രാപ്പായി പോകുന്നുണ്ട്. നമ്മുടെ കുട്ടികളും അതിൽ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസുകളാകട്ടെ, അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആനിമേഷൻ ഗെയിമുകൾ, എന്തൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ റോട്ടാക്കി, അതായത് ബ്രെയിൻ റോട്ടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഫീഡുകളിലേക്ക് ഇൻസ്റ്റഗ്രാം അൽഗോരിതം വഴി, യൂട്യൂബ് അൽഗോരിതം വഴിയൊക്കെ അവരുടെ കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂട്യൂബ് എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതല്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത്. കാരണം ഈ അൽഗോരിതം സെറ്റ് ചെയ്തതനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പം അവരിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. കുട്ടികൾ അതിനനുസരിച്ച് ബ്രെയിൻ അവരുടെ തലച്ചോറുകൾ അതിനനുസരിച്ച് പ്രക്ഷാളന വിധേയമാകുന്നുണ്ട്, മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ദീനിനോടൊരു വിരസത തോന്നുന്ന, അല്ലെങ്കിൽ ദീന് പഠിക്കുന്നതിനോട്, പടച്ചോനോട്, പരലോകബോധത്തോട്, ഇത്തരം പാരൻസിനോട്, അവരോടുള്ള അവകാശങ്ങളോടൊക്കെ വിരസത തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനൊന്നും ബ്ലോക്ക് ചെയ്യുക, തടഞ്ഞു വെക്കുക എന്നുള്ളതൊന്നും എത്രത്തോളം പോസിബിളാണ്, സാധ്യമാണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമായിരിക്കും. സാധ്യമാണോ, കഴിയോ, ഇല്ലേ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, ഇത് അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ കൾച്ചറുകൾ ഇങ്ങനെ, സംസ്കാരങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് സംഭവിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ മക്കൾക്ക്, നമുക്ക് പോലും കിട്ടാത്ത ഒരു ദീനീ ബോധവും കാഴ്ചപ്പാടും എത്രത്തോളം മാക്സിമത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സ്കൂളുകൾ അറിയാം, അവിടെ സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ പോലും നമ്മൾ മതപരമായൊരു കാര്യം കുട്ടികളുടെ ഇടയിൽ ചർച്ച ചെയ്താൽ പോലും അതൊരു വിഷയമാണ്. ഇന്ന് കുട്ടികളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇടപെട്ടിട്ട് അത് ചെയ്യണ്ടട്ടോ, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും കുട്ടികൾ അതിനെ ചോദ്യം ചെയ്യുന്നു. മാനേജ്മെൻറ്റ് പറയുന്നു നിങ്ങളുടെ മതാശയങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല സ്ഥാപനം, സ്കൂൾ അങ്ങനെയല്ല എന്ന് പറയും. ഞാൻ പറയുന്നത് അപ്പോൾ പോലും പരിമിതികളുണ്ട് എന്ന് കരുതിയിട്ട് ജോലി ഒഴിവാക്കി പോരണമെന്നാണോ? അല്ല, അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുക, എന്നാൽ പിന്നെ അവിടുത്തെ ജോലി വേണ്ട. അങ്ങനെയല്ല, അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ജോലിയിൽ നിന്നിട്ട് അവിടെ കാണിച്ചു കൊടുക്കണം. സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയാണ് ദീനിനൊരു പ്രൗഡായിട്ട് അഭിമാനമായി കൊണ്ടുനടക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് സ്പേസിൽ നമുക്ക് ദീന് പറയാൻ കഴിയില്ല. പറയാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ പറയണ്ട എന്നാ കരുതിയിട്ട് അവിടെ ജോലി ഒഴിവാക്കിയിട്ട് പോരണമെന്നാണോ? അല്ല, അവിടെ ജോലിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ദീനിനെ ഞാൻ വളരെ അഭിമാനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കാണാൻ പറ്റും.
അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാലോ. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ദീന് പറയാൻ നമുക്ക് പരിമിതി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എവിടെന്ന് നമ്മുടെ മക്കൾക്ക്, നമുക്ക് പോലും കിട്ടാത്ത ദീനിയായ കാര്യങ്ങളും അറിവുകളും അത്തരം ഒരു സംസ്കാരവും എവിടെ നിന്ന് കിട്ടും? അത് മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, മദ്രസ, അത് സജീവാകണം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഞാനൊരു അധ്യാപകനാണ്, എനിക്കറിയാം സ്കൂളിൽ നിന്ന് എത്രത്തോളാണ് കുട്ടികളിലേക്ക് നമുക്ക് ഈ വാല്യൂ എഡ്യൂക്കേഷൻ പോലെയുള്ള അല്ലെങ്കിൽ മോറൽ സയൻസ്, ദീനിയായ കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റുക. അതിന് എത്രത്തോളം ടൈം ഡ്യൂറേഷൻ ആണുള്ളത്, അതിന് എത്രത്തോളം പീരീഡിൻ്റെ സമയം എത്രയാണ് നമുക്കറിയാം. പരിമിതികൾ ഒരുപാടുണ്ട്. എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട്, വളരെ വേരായ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് കുട്ടിക്ക് കൃത്യമായ രീതിയിൽ ദീനിയായ കാര്യങ്ങളും അദബുകളും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ശരിക്കും മദ്രസ സംവിധാനങ്ങളിലൂടെ തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കണം. അത് എപ്പോഴാണ് നമുക്ക് അറിയാമെന്നറിയോ? ആർക്കും പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. വാപ്പ വയ്യാതെ കിടക്കുമ്പോൾ, ഉമ്മ വയ്യാതെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഒന്നും വേണ്ട, കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചു, വളരെ അടുത്ത കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു, ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാവരും കാണാൻ വരുമ്പോൾ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിൽ അപ്പുറത്ത് ഫോണിലിരുന്ന് ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും എന്താ സംഭവിക്കണത്? എവിടെയൊക്കെ അദബ് പയറ്റണം, എവിടെയൊക്കെ മര്യാദ വേണം, എവിടെയൊക്കെ കുറച്ച് മെച്യൂരിറ്റി കാണിക്കണം എന്നുള്ള ഒരു കൃത്യമായ ബോധം പോലും കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് മരണ വീട്ടിലിരുന്നിട്ട് പോലും ഫോണിലെടുത്തിട്ട് ഫോണിൽ കുട്ടികൾ ഗെയിം കളിക്കണത്. അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇത് നമ്മളെ അടുത്തേക്ക് വരും. അതായത് നമ്മൾ പ്രായമായി വയ്യാതായി കിടക്കുമ്പോൾ നമ്മളെ കുട്ടിക്ക് അതിപ്പോൾ നോക്കിക്കോളും, ഉമ്മ നോക്കിക്കോളും, അവരൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തോന്നൽ വരും. അതിനു പകരം അങ്ങനെയല്ല, ആ കിടക്കുന്നത്, ആ കാണുന്നത് എൻ്റെ സ്വർഗ്ഗമാണ്, ആ ഉമ്മ അതെൻ്റെ സ്വർഗ്ഗമാണ്, ആ ഉപ്പ എൻ്റെ സ്വർഗ്ഗമാണ്, ആ വല്യമ്മൻ്റെ സ്വർഗ്ഗമാണ്, ആ വല്യപ്പൻ്റെ സ്വർഗ്ഗമാണ്, അവരെ പരിചരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഈ ഒരു ബോധവും മെച്യൂരിറ്റിയും കൃത്യമായ ധാരണയും എവിടുന്ന കുട്ടിയൊക്കെ കിട്ടുക? അത് ശരിക്കും പറഞ്ഞാൽ ദീനിയായ അധ്യാപനങ്ങളിലൂടെ കിട്ടുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിൽ ദീന് പഠിക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ ദീന് പഠിക്കണം. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾ വളരും, കൂടുതൽ കുട്ടികൾ ഇവിടെ ചേരുന്നൊരവസ്ഥാവിശേഷം വരും. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് വലുതാക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടുത്തെ ഭൗതികമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പോക്കറ്റിലേക്ക് എന്തെങ്കിലും ലാഭം കൊണ്ടുപോകാനല്ലല്ലോ. അപ്പോൾ നമ്മുടെ മദ്രസ തന്നെ, ഈ പള്ളിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മദ്രസ തന്നെ നോക്കൂ നിങ്ങൾ. തുടക്കകാലത്ത് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം, ഇപ്പം അതിങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ വലിയൊരു തൗഫീഖ് കൊണ്ട് കുറേ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നിടത്തേക്ക് എത്തി. പുതിയ പുതിയ കുറേ ടീച്ചേഴ്സ് അവിടേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. സ്ഥാപനം വളരും. അപ്പോൾ വളരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് ദീനി പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആ സ്ഥാപനം വളരേണ്ട ആവശ്യം ആരുടേതാണ്? നമ്മുടേതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി നന്നാകുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ നന്നാകും. അങ്ങനെ കുറേ ആളുകൾ നന്നായി കഴിഞ്ഞാൽ കുടുംബം നന്നാകും. കുടുംബം നന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാടും സമൂഹവും നന്നാകും. അങ്ങനെ ലോകം നന്നാവാൻ അത് കാരണമാകും. ഇപ്പം നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മളിലേക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ആ മാറ്റം ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായൊരു അവബോധം ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികളത് പഠിക്കുന്നിടത്തും അവർ ജീവിക്കുന്നിടത്തും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അത് പറ്റും. ആ ദീനിയായ അധ്യാപനങ്ങൾ ജീവിതം അവർ കാഴ്ചവെക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അള്ളാൻ്റെ മാർഗത്തിൽ പരമാവധി ദാനധർമ്മങ്ങൾ നടത്താൻ അള്ളാഹ് തന്ന സമ്പത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലല്ലോ, ഉണ്ടാവുമ്പോൾ കൊടുക്കുക എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും അങ്ങനെയുള്ളൊരു സാഹചര്യം വരില്ല. നോക്കൂ നിങ്ങൾ, സ്വഹാബികൾക്കിടയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു അവസ്ഥയുണ്ട്. അവർ പറയാണ്, സ്വഹാബികൾക്കിടയിൽ ഉള്ളൊരു ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂല്, സ്വഹാബികൾ പറയാട്ടോ, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് വല്ലതും സ്വതക്ക നൽകാൻ വേണ്ടി കൽപ്പിച്ചാൽ ഞങ്ങളിൽ ഒരാൾ അങ്ങാടിയിലേക്ക് പോകും. അവരുടെ കയ്യിലില്ല, സ്വതക്കയായിട്ട് എന്തെങ്കിലും തരാൻ വേണ്ടി റസൂലുള്ള പറയും, നമുക്കിങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്, ഒരു പള്ളി ഉണ്ടാക്കാണ്ട്, ഒരു മദ്രസ സ്ഥാപിക്കാണ്ട്, കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു കിണർ കുഴിച്ചു കൊടുക്കണം, ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കണം, സ്വതക്കയായിട്ട് വല്ലതും തരൂ എന്ന് പറഞ്ഞാൽ ഈ സ്വഹാബികളെ പരീക്ഷണം അനുഭവിക്കുന്നവരാണ്, സ്വന്തമായി വീടില്ലാത്തവരായിരിക്കും.
എന്നിട്ട് അവർ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ നേരെ ബുഖാരിയിലെ ഹദീസാട്ടോ, 1416 ഹദീസാണ്. സഹാബികളിൽ ഒരാൾ പറയണേ, ഞങ്ങൾ നേരെ എന്ത് ചെയ്യും, ഞങ്ങളിൽ ഒരാൾ അങ്ങാടിയിലേക്ക് പോകും, എന്നിട്ട് ഞങ്ങൾ കുറേ പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും ചുമടേറ്റും, എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യും ഞങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ തുക കൊണ്ട് ഞങ്ങൾക്കൊരു മുദ്ദ് ലഭിക്കും. എന്നിട്ട് ആ ഒരു മുദ്ദ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ദാനം ചെയ്യും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. എന്നിട്ട് പറയണ സ്വഹാബികൾ എന്നെ പറയണേ, ഇന്നാണെങ്കിലോ ചിലരുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ട് ദാനം എന്ന്. ഒരുപാട് സമ്പത്തുള്ളവരും ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന്. അപ്പൊ സമ്പത്തില്ലാഞ്ഞിട്ട് പോലും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജോലി ചെയ്ത്, ഹലാലായ രൂപത്തിൽ ജോലി ചെയ്ത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവർ ദാനധർമ്മം ചെയ്യുമായിരുന്നു എന്നാണ്. ഇനി നമ്മൾ ദാനധർമ്മം ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പോൾ പിശാച് എത്രത്തോളാണ് അതിൽ ഇടപെടുന്നതെന്നറിയോ? ഒരു ഹദീസിൽ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു ഹദീസാണ്, സ്വഹീഹായ ഒരു ഹദീസാണ്. ആ ഹദീസ് മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരു പക്ഷേ അല്പം നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ യുഖ്രിജു റജുലുൻ ശൈഅൻ മിന സ്വദഖ ഹത്താ യഫുഖ അൻഹാ ലഹയൈ 70 ശൈത്വാനൻ. ഒരു മനുഷ്യൻ സ്വദഖയിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാലുണ്ടല്ലോ, 70 ശൈത്താന്മാരുടെ താടിയെല്ലുകളെ പിളർത്തിക്കൊണ്ടല്ലാതെ അയാൾക്കത് ചെയ്യാൻ കഴിയൂല എന്നാ. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്നറിയോ? ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നല്ലൊരു ഭാഗം നല്ലൊരു കാര്യത്തിനല്ലേ, അത് എൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു വരുന്ന തലമുറക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കാം. അയാൾ വിചാരിക്കുകയാണ്, എൻ്റെ അടുത്ത് ഇത്ര അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് ഉണ്ട്, അപ്പോൾ ഇന്ന് ഇത്ര ശതമാനം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരാൾ വീട്ടിലെത്തുമ്പോഴേക്ക് അയാളുടെ ചിന്ത മാറുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണ്ട. എന്താണ് ആ ചിന്തക്ക് കാരണം എന്നറിയോ? ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി, സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അത് അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അതാരോ, 70 പിശാചുക്കളുടെ താടിയെല്ലുകളെ ഭേദിച്ചു കൊണ്ടല്ലാതെ അയാൾക്ക് കൊടുക്കാൻ പറ്റൂല എന്നാ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചാൽ പിശാചുക്കൾ ഒന്നടങ്കം അയാൾ അതിൽ നിന്ന് തെറ്റിക്കാൻ നോക്കുന്നു. ഏതൊക്കെ രീതിയിൽ ഒസ്വാസ് ഉണ്ടാക്കിയിട്ട് അയാൾ അതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുമോ അങ്ങനെ എല്ലാ പണിയും പിശാചെടുക്കും. പല കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നും, ഇപ്പം ഞാനത് ചെലവഴിച്ചാൽ ശരിയാവോ? ശരിക്കും അള്ളാഹിന്റെ മാർഗത്തിലാണ് കൊടുക്കാൻ പോകുന്നത്. പടച്ചോൻ തന്ന വാക്കാണ്, നിങ്ങൾ കൊടുത്തോളി, ഞങ്ങൾക്ക് തരാം. അത് കൊടുത്തതിന് തുല്യമായത് തരാമെന്നല്ല, ഇരട്ടി തരാമെന്ന് റബ്ബ് പറയാണ്, പടച്ചോൻ പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം ദാനധർമ്മം നടത്തുന്ന മനുഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും പടച്ചോൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളതിൽ നിന്ന് നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളൊരു സന്മനസ് കാണിച്ചു നോക്കൂ. ഈ ഹദീസിനെ വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയാണ്, ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഭാഗം ലഹ്യൈ 2 താടയല്ലുകൾ എന്നാണ്. ആ പ്രയോഗം തന്നെ ശ്രദ്ധിക്കണം, 2 താടയല്ലുകൾ എന്നാണ് പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ മാക്സിമം അയാൾക്ക് എത്രത്തോളം പിശാചുക്കൾക്ക് കടിച്ചു പിടിക്കാൻ പറ്റുമോ അത്രയും അവരത് കടിച്ചു പിടിക്കുന്ന ഒരാളുടെ നല്ല ചിന്തയെ, സ്വതക്ക കൊടുക്കാനുള്ള അയാളുടെ നല്ല ചിന്തയെ എത്രത്തോളം കടിച്ചു പിടിക്കാൻ പറ്റുമോ അത്രത്തോളം കടിച്ചു പിടിക്കും. എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തോന്നിപ്പിക്കും. പക്ഷെ അതിനെ ഭേദിച്ചുകൊണ്ട് ഒരാൾ സ്വതക്ക നൽകുന്നു എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് കനപ്പെട്ട സംഖ്യകൾ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മമായി നൽകാൻ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നാൽ ധൂർത്തു പാടുണ്ടോ? തീർച്ചയായും പാടില്ല. പിശുക്ക് പാടുണ്ടോ? അതും പാടില്ല. അതിനിടയിലുള്ള ഒരു മധ്യമമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് സ്വഹാബികളിൽ തന്നെ കാണാൻ കഴിയും. മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ദാരിദ്ര്യം, മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നിർവാഹമില്ലായിരുന്നു. വെള്ളമാകട്ടെ അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു ജൂതൻ്റെ കയ്യിൽ മാത്രമാണ് ഒരു കിണറുണ്ടായിരുന്നത്, റൂമാ കിണർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു വലിയ പ്രതിസന്ധിയെ ഞാൻ ഒറ്റക്ക് നേരിട്ടോളാം, ഞാൻ അതിലേക്ക് ചെയ്തിട്ട് ഞാനത് ശരിയാക്കി തരാം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നൽകിയിട്ട് ആ റൂമാ കിണർ വാങ്ങിയിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഹദീസിനെ ബന്ധപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലവനും റൂമാ കിണർ കൊടുത്താൽ അവന് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം. കാരണം ആ ഒരു ക്രൈസിസാണ്, ആ സമയത്ത് വേറൊരു മാർഗവുമില്ല, നിർവാഹവുമില്ല. ആരെങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ആ വലിയൊരു കാര്യത്തെ ഏറ്റെടുക്കാൻ ഒരാൾ സന്നദ്ധമായി മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ബുഖാരിയിലെ 2778 നമ്പർ ഹദീസായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ,
വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ തുത്ഫിഉൽ മാഅ അന്നാറ. വെള്ളം എങ്ങനെയാണോ തീയിനണക്കുന്നത് അതേപോലെ തന്നെയാണ് സ്വതക്ക പാപങ്ങളെ അണച്ചു കളയുക എന്നാണ്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ ഇല്ലാതാകാൻ സ്വതക്ക കൊണ്ട് കഴിയും. നമ്മളെ കയ്യിൽ ആകെ ഒരു 100 രൂപയുള്ളൂ വിചാരിക്കുക, എന്നാൽ അതിൽ നിന്നൊരു 10 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കാൻ സന്നദ്ധാകുമ്പോൾ അതിനായിരിക്കും കൂടുതൽ പ്രതിഫലം. 1,00,000 രൂപ കയ്യിലുള്ള ഒരാൾ 100 രൂപ ചെലവഴിക്കുന്നതിനേക്കാളും പ്രതിഫലം ഉണ്ടാകും വെറും 100 രൂപ മാത്രം കയ്യിലുള്ള ഒരാൾ 20-25 രൂപ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ. ഞാൻ പറയണത് ഉണ്ടായിട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഉള്ളതിൽ നിന്ന് ചെലവാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതിഫലമുള്ള കാര്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തആല നൽകുന്ന വാഗ്ദാനമാണ് ധനം നിങ്ങൾക്ക് വർദ്ധിച്ച് ലഭിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യ നീ ചിലവഴിക്കുക, എന്നാൽ നിന്റെ മേൽ ചിലവഴിക്കപ്പെടും. അതായത് നമ്മളൊരാൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ നമ്മുടെ പ്രതിസന്ധി സമയത്ത്, നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവരാൽ നമ്മൾ സഹായിക്കപ്പെടും. നമ്മുടെ പ്രയാസം മനസ്സിലാക്കി വേറെ ആളുകൾ നമ്മളെ സഹായിക്കുന്ന. അപ്പം അതും വേണ്ടേ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് സംഭവിക്കാലോ. ഇപ്പോഴുള്ള സമ്പത്തും പ്രതാപം ഒന്നും ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അന്ന് ആരെങ്കിലും നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വരണം എന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇപ്പം നമ്മൾ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ദാനധർമ്മം. അതുകൊണ്ട് പരമാവധി ഇത്തരം നന്മകളിൽ നമ്മൾ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.